ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഹോൾ ചിക്കനെ നമ്മളെങ്ങനെ ബോൺലെസ് ആക്കി മാറ്റാം. അങ്ങനെയാണ്. നമുക്ക് പുറമേ നിന്നൊക്കെ മേടിക്കുമ്പം ബോൺലെസ് ചിക്കൻ മേടിക്കണമെങ്കിലോ ഒത്തിരി കാശ് കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ അത് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനു മുമ്പ് എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും ചെയ്ത് കാണണേ. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് നമുക്ക് നല്ല മൂർച്ചയുള്ളൊരു കത്തി വേണം. ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് തൈസൊക്കെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് തൈസ് കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ബാക്കിലോട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കുമ്പോൾ ഇവിടുത്തെ ബോൺ ഉണ്ടോ എന്നിങ്ങനെ വരുന്നതുണ്ടോ. അപ്പോൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ മാക്സിമം നട്ടലോട് ചേർത്തിട്ട് നമ്മളിങ്ങനെ ഇതിങ്ങനെ മുറിച്ചെടുക്കാം. അന്നേരം ഒട്ടും ഇറച്ചി ഇതിൽ ആ എല്ലിൽ മാംസം ഉണ്ടാകത്തില്ല. മൊത്തം നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും കട്ട് ചെയ്യാം. നമുക്കൊരു പ്ലേറ്റിലോട്ട് വെക്കാം. അപ്പോൾ ഇതും ഇങ്ങനെ തന്നെ ഇനി നമുക്ക് വിങ്സ് ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. വിങ്സ് ഇങ്ങനെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിങ്സിൻ്റെ ജോയിൻറ്റ് കിട്ടും. അപ്പോൾ നമുക്കതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് നോക്കാം. ഇതിങ്ങനെ ചേർത്ത് നമുക്ക് മുറിച്ചെടുക്കാം. അതിനുശേഷം ഇവിടെ ഇതിലൊരു ജോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം. ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ജോയിൻ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ അപ്പോൾ വിങ്സ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇതിങ്ങോട്ട് പ്ലേറ്റിലൂടെ മാറ്റി വെക്കാം. ഇനി നമുക്കുള്ളത് ബ്രസ്റ്റ് പീസാണ്. ബ്രസ്റ്റ് പീസിലൂടെ ഇങ്ങനെ നമ്മൾ വിരൽ ഓടിക്കുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഇവിടെ ഒരു ബോൺ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോണിൻ്റെ ഇവിടെ നമുക്ക് മെല്ലെ ഒന്ന് കത്തി കൊണ്ടൊന്ന് വാർന്ന് കൊടുക്കാം. ഇനി നമുക്ക് സൈഡിൽ കൂടെ ആ വരിനോട് ചേർന്ന് നമുക്ക് ഇങ്ങനെ വാർന്നെടുക്കാം.
ഇവിടെ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടാകും കേട്ടോ. ഇവിടെ ഒരു ഫാറ്റ് മാർക്ക് ഉണ്ടല്ലോ, അതിലൂടെ നമ്മൾ ഇങ്ങോട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മുറിച്ചെടുക്കാം. ഇവിടെ അങ്ങനെ തന്നെ ഇതുണ്ട്, ഇതിലൂടെ ഒരു ഫാറ്റ് മാർക്ക് ഉണ്ടല്ലോ, അതിലൂടെ ഇങ്ങനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലഷ് വേറെ ആയിട്ട് എടുക്കാം. നട്ടെല്ലങ്ങ് മാറ്റാം നമുക്ക് ഇതിനെ. ഇത് നമുക്ക് നട്ടിൽ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിലൂടെ വിരൽ ഒഴിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബോൺ ഫീൽ ചെയ്യും. ഇതുണ്ടോ, ഇവിടെ ഒരു എല്ലുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് മുറിഞ്ഞു. എന്നിട്ട് കമഴ്ത്തിയിട്ടിട്ട് നമുക്ക് നേരെ നമുക്ക് താഴോട്ട് മുറിക്കാം. ഇനി നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് മെല്ലെ ഈ എല്ലിൻ്റെ ഇവിടുന്ന് മെല്ലെ കത്തിക്കൊണ്ട് ഇങ്ങനെ വാർന്നെടുക്കാം. അതുപോലെ ഈ സൈഡിൽ നിന്ന് നമുക്ക് മെല്ലെ കത്തി ഇങ്ങനെ കയറ്റി കൊടുക്കാം. അന്നേരം നമുക്ക് ഒട്ടും നെല്ലിൽ ഫ്രഷ് ഇല്ലാതെ നമുക്ക് ഉണ്ടോ എല്ലാം ഫ്രഷ് മുഴുവൻ ഇങ്ങനെ പോകുന്നു. അപ്പം നമുക്ക് നല്ലൊരു അടിപൊളി ബ്രസ്റ്റ് പീസ് കിട്ടിയിട്ടുണ്ട്. നമുക്കതിവിടെ വയ്ക്കാം. വേറൊരു പാത്രത്തിലൂടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ലെഗിൻ്റെ ബോൺ നമുക്ക് മാറ്റാം. ബോൺലെസ് ആക്കി മാറ്റാം ലെഗിന്. അത് ഇവിടെ കണ്ടോ, ഈ എല്ലേ കൂടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തി കയറ്റുക. അപ്പോൾ നമുക്കിവിടെ എല്ല് കാണാൻ പറ്റും. അതിനുശേഷം ഈ സൈഡിൽ നിന്നും ഇങ്ങനെ ജസ്റ്റ് കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് വാർന്നു വിടുക. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ എല്ലിൻ്റെ ഇടയ്ക്ക് കൂടെ കത്തി ഇങ്ങനെ കയറ്റണം. എന്നിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഫ്രഷ് ഫുള്ള് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ഇങ്ങോട്ട് കത്തിയുടെ ബാക്ക് സൈഡില്ലേ അവിടെ കൊണ്ട് നമുക്കിങ്ങനെ ആക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇവിടുന്ന് കാലിലോട്ട് ഇങ്ങനെ നമുക്ക് വാർന്ന് വിടാം. കാലിലും അങ്ങനെ രണ്ട് സൈഡിലോട്ടും
ഇതിൽ ഇങ്ങനെ ആക്കുമ്പോൾ ഇവിടെ ഒരു ബോണുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കത്തിയുടെ മാടുകൊണ്ട് നമ്മളിങ്ങനെ നമുക്ക് ഊർത്തി കൊടുത്താൽ മതി. നമുക്ക് കത്തി രണ്ട് സൈഡിൽ കൂടെ അപ്പുറത്തൂടെ ഈ എല്ലിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്കിങ്ങനെ കയറ്റാം. മെല്ലെ ഊർത്തി വിടുക. നേരത്തേക്കും ഇതിലുള്ളത് ഫ്ലഷ് മുഴുവൻ നമുക്ക് ഒട്ടും എല്ലാം ഇരിക്കാതെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് മെല്ലെ കത്തിയുടെ മാടുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഊർത്തി കൊടുക്കാം. നേരം ഫ്ലഷ് മുഴുവൻ പോകുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് പുള്ളി ചെയ്യാം. ഇവിടെ പുള്ളി ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇതങ്ങ് കട്ട് ചെയ്യാം. ഈ അറ്റം വെച്ചിട്ട് ഇതിപ്പോൾ എല്ലാവരും ഫ്ലഷൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ലെഗ് പീസ് കണ്ടോ, റെഡി ആയിട്ടുണ്ട്. ബോൺലെസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ അടുത്ത ലെഗ് പീസ് നമുക്ക് ചെയ്യാം.
അപ്പോൾ നമ്മൾ ചിക്കൻ മുഴുവൻ ബോൺലെസ് ആക്കിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാണ്ട് ലെഗ് പീസ്, ഇതാണ്ട് 2 ലെഗ് പീസ് ഉണ്ട്. ഇത് വിങ്സാണ്. നമ്മുടെ ബ്രസ്റ്റ് പീസ് ഇതാണ്ട് 2 എണ്ണം. ഇതെല്ലാം നല്ല എത്ര പെട്ടെന്നാണ് നമ്മളിത് ബോൺലെസ് ആക്കിയത് അല്ലേ. ഇത് നമുക്ക് വെറുതെ നമ്മൾ പുറമേ നിന്ന് മേടിക്കുമ്പം ബോൺലെസ് ചിക്കൻ കിട്ടണമെങ്കിൽ നമുക്ക് വളരെ ഒത്തിരി പൈസ കൊടുക്കണം അല്ലേ. ഇതാകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. നമുക്ക് വേണ്ടിയ സൈസ് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. വളരെ ഈസിയാണിത്. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.